ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കേട്ടോ. ഞാനൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ തലേദിവസം രാത്രി ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പോകുമ്പോൾ കഴിക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ ഐറ്റംസിനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിച്ചു. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ അധികം മഴ കിട്ടിയില്ല. അതുകൊണ്ട് പോകാൻ എളുപ്പമായി. ബൈക്കിലൊക്കെ ആകുമ്പോൾ കുറച്ച് പാടല്ലേ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇവിടെ മുംബൈയിൽ ഇത് അധികം കിട്ടാത്ത കാരണം എപ്പോൾ ചാൻസ് കിട്ടിയാലും അവൾ അപ്പോൾ ബൈക്കിൽ കയറും. അങ്ങനെ നമ്മളെ ട്രിപ്പിൻ്റെ ദിവസം എത്തിയിട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ഷൈന, പിന്നെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു കുറച്ചും കൂടി ആൾക്കാരുള്ളൊരു പ്ലാൻ ആയിരുന്നു. രാവിലെ എത്തിയപ്പോഴത്തേ കുറേ പേര് മിസ്സിങ് ആയിട്ടോ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്തായാലും നമ്മൾ പുറപ്പെട്ടതല്ലേ, അപ്പോൾ ട്രിപ്പ് അങ്ങനെ പ്ലാൻ ആക്കി. സത്യം പറഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് ആദ്യം വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഇതിൽ തന്നെ നമ്മുടെ ടൈമൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം നമുക്കൊരു 5-5:30 ആകുമ്പോഴേക്ക് തിരിച്ചെത്തും വേണം. അപ്പം അട്ടപ്പാടിയും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തതിൽ പിന്നെ ഞങ്ങൾ പോയത്, അല്ലെങ്കിൽ ലാസ്റ്റ് എത്തിയത് തുഷാരഗിരിയാണ് കേട്ടോ, കോഴിക്കോടുള്ളത്. സ്ഥലം കാണണം അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കൂടെയുള്ള ഒരു ടൈം റോഡ് ട്രിപ്പിൽ കുറച്ച് എൻജോയ് ചെയ്ത് മഴയൊക്കെ അല്ലേ, അങ്ങനെ പോകാൻ തന്നെയായിരുന്നു പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്നത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചായ ഐറ്റംസ് ഒക്കെ കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നാരങ്ങാളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്തൊക്കെയാണ് കിട്ടാന്ന് ചോദിച്ചപ്പോൾ അതാ ഈ ഒരു ആൾ നല്ല ക്യൂട്ടായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കാരണമാകുമ്പോൾ ഇടയ്ക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ നാരങ്ങാളി റെസ്റ്റോറൻറ്റിനെ പറ്റി കേട്ടിട്ടില്ല കേട്ടോ. ഇനി റീൽസിലൊക്കെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കുറേ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ. നാടൻ ഐറ്റംസ് തന്നെയല്ലേ, അത് ഇഷ്ടമില്ലാത്തവരാരുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയത് സ്പ്രിംഗ് കോഴിയും കൂന്തൽ, ചെമ്മീൻ, ബീഫ്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ സൺഡേസിൽ മുയലിൻ്റെ ഇറച്ചി, താറാവിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ 6:30 ആകുമ്പോഴേക്കും ഇത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈവ് കിച്ചനാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം എനിക്കത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇതേ ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചായ കണ്ടില്ലേ, ഇവിടുത്തെ ചായ സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചായയാണ്. ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചായ ഞങ്ങളൊക്കെ എക്സ്ട്രാ മേടിച്ച് കുടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കിച്ചൺ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല നീറ്റാണ്, ക്ലീനാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി കേട്ടോ. ഗ്രേവിയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ദോശയും പിന്നെന്താ നൂൽപ്പൊറാട്ടയൊക്കെ അങ്ങനെ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ലെയർ ഉണ്ടായിരുന്നു. ലെയർ കാരണം അതിൻ്റെ ഷേപ്പേ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് കണ്ടില്ലേ, ചായ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ, ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഗ്രേവി ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, കൂന്തലാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ചിക്കൻ ആട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഇവിടുത്തെ കറികൾ എനിക്ക് തോന്നിയത് കുറച്ച് മധുരമുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഒരു നാടൻ ഒരു ടൈപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ നാടനായിട്ട് തോന്നുന്നില്ല. ഞാൻ ഗ്രേവി നല്ല എരിവൊക്കെ ഉള്ള ആ ടൈപ്പാട്ടോ പ്രതീക്ഷ വന്നത്. നാടൻ എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. പക്ഷെ ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സംഭവം ആ വയറ് നിറച്ച് കഴിച്ചിട്ട് ആ ചിക്കൻ ഫ്രൈൻ്റെ മേലെയുള്ള ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റ് നല്ലതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമുക്ക് വിശപ്പ് പിടിച്ച് വെക്കണമല്ലോ, അപ്പോൾ അത് കാരണം ഒന്നും നോക്കിയില്ല, വയറ് നിറച്ച് കഴിച്ചു. ഇതായി കിടക്കുന്നതാണ് കേട്ടോ സ്പ്രിംഗ് ചിക്കൻ. അതിൻ്റെ ഗ്രേവിയും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി തുഷാരഗിരിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ യാത്രയൊക്കെ എൻജോയ് ചെയ്തിട്ട് കാടും മലകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ കോഴിക്കോടോ മലപ്പുറമുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ ബാക്കി കേട്ടോ. അപ്പോൾ എവിടേക്ക് പോയാലും ഞാനത് എൻജോയ് ചെയ്യണം. ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഗ്രീനറി കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു മഴയത്തുള്ള യാത്രയും. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആരുടെ അടുത്തും കുടയില്ല, അതിൻ്റെ അടുത്ത് മാത്രമേ കുട ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് റെയിൻ കോട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ 100 രൂപയുടെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ മേടിച്ച് സെറ്റാക്കി ജീപ്പേ അങ്ങോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന് ശേഷം മഴയെ പെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ സ്ഥലം എത്തി തുഷാരഗിരി. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സാധനം കണ്ടത്. ഇത് എത്ര പേർക്കറിയാം ഈ മഴത്തുള്ളി? ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരം മഴക്കാലമാകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയല്ലേ ഇത്. പക്ഷെ ഷായിന ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും അത്ഭുതമായി. അങ്ങനെ നമ്മൾ എൻട്രൻസിലൊക്കെ എത്തി. ഇവിടെ ചെറിയൊരു ഒരു പേയ്മെൻറ്റ് പോലെ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ലൊരു തണുപ്പും വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു ശബ്ദവും മൊത്തത്തിൽ കാടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എത്ര അടുത്താ വീടിൻ്റെ, പക്ഷേ ഇപ്പോഴാണ് ഇത് കാണാനുള്ളൊരു അവസരം എനിക്കും കിട്ടിയത് കേട്ടോ.
കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ഉള്ള സ്ഥലത്താണ് കേട്ടോ ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളത്. ഈ വെള്ളത്തിന് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന് എത്രത്തോളം ഫോഴ്സ് കൂടുമോ അത്രയും ഭംഗിയാവട്ടോ ഇത് കാണാനായിട്ട്. അപ്പം ഇനി എത്രത്തോളം മഴ പെയ്യണോ അതിനനുസരിച്ച് ഇതിന്റെ ശക്തിയും കാണാനുള്ള ഭംഗിയൊക്കെ കൂടും. ഈ ഒരു തൂക്കുപാലമൊക്കെ കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ശക്തിയിൽ നടക്കുമ്പോൾ അതിങ്ങനെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് അട്ടകൾ നന്നായിട്ട് ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ഈ വെള്ളത്തിന്റെ ശബ്ദത്തിന്റെ അത്ര റിലാക്സിങ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ശബ്ദം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ വെള്ളം ഒഴുകി വരുന്നത്. തുഷാരഗിരി എന്നുള്ള വാക്കിന്റെ അർത്ഥം മഞ്ഞണിഞ്ഞ മലകൾ എന്നാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും കറക്റ്റ് തന്നെയാവും. ആ ഒരു പീക്ക് ടൈമിൽ എത്തിയ ഒന്നായിട്ട് മഞ്ഞണിഞ്ഞ പോലെ തന്നെ ഉണ്ടാവും ഇവിടെ. അതിൻ്റെ തൊട്ടടുത്ത് പോയി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എടുത്തത് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ. അവിടെ നമ്മുടെ സെക്യൂരിറ്റിമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മറികടന്ന് പോയി വല്ല അപകടം വരുത്തി വെക്കേണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ കാണുക ചെയ്തത് കേട്ടോ. പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പം ബുദ്ധിമുട്ട് തന്നെയല്ല. അപ്പം നമ്മൾ അവർ പറഞ്ഞതനുസരിച്ച് പുറത്തുനിന്ന് തന്നെയാണ് നോക്കി കണ്ടത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അതേ താതി മുത്തശ്ശി എന്ന് എഴുതിയൊരു സൈൻ ബോർഡ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് ഞങ്ങളിങ്ങനെ കയറുകയാണേ. ഇതാ ഈ നിൽക്കണ മരമാണ് കേട്ടോ താനി മുത്തശ്ശി. അത്രയും മുത്തശ്ശി തന്നെ പറയാം. ഭയങ്കര വലുപ്പത്തിൽ തന്നെയാണ് നിൽക്കുന്നതും അതേ വീതിയും അതെ കേട്ടോ. അങ്ങനെ നമ്മുടെ തുഷാരഗിരി ട്രിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അവിടെ തന്നെ ചെറിയൊരു ചായയുടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചായയും ലൈമും ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കോഴിക്കോട് നമ്മൾ കാവ്നഗറിലുള്ള കഞ്ഞിപ്പുരയിലേക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ. ഷാഹിന പതിവ് പോലെ അവിടുന്ന് ഒരു ചായ അടിച്ചിട്ടുണ്ട്. അവൾക്ക് ചായ ഭയങ്കര ഇഷ്ടം. ചായയിൽ ആരെ കൈവശം കൊടുത്തതെന്ന് അറിയില്ല. ഇവിടുന്ന് നമ്മൾ എല്ലാവരും ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞ് പൊട്ട് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്നും ഒഴിവാക്കിയില്ല, എല്ലാതും കൂട്ടി കഴിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്തു. പപ്പടം മാത്രം നമ്മുടെ നാടൻ പപ്പടം അല്ല കേട്ടോ. ഇവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ കുരുമുളകിട്ട പപ്പടം കിട്ടിയത്. ഈ ചട്ടിച്ചോറ് സീ ഫുഡ് ചട്ടിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എരുന്ത്, കൂന്തൾ, ഫിഷ് ഫ്രൈ അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ. നിറയെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പൂളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മീൻകറിയിൽ കൂട്ടിയിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് രാമനാട്ടുകരയുള്ള സുരഭി മാളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസത്തെ പ്ലാന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം.